ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ കമ്പാരിറ്റീവ് ബാലൻസ് ഷീറ്റ് പഠിച്ചു. അതുപോലെ തന്നെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്, കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, തൊട്ട് മുന്നത്തെ വർഷവുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ളൊരു സ്റ്റേറ്റ്മെന്റ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. From the following information, prepare comparative income statement and comment upon operative performance result. Okay, നമുക്ക് പെർട്ടിക്കുലേഴ്സിൽ നെറ്റ് സെയിൽസ് 2 വർഷത്തെയാണ് തന്നിട്ടുള്ളത്. 23ലെയും 24ലെയും 2023ലെയും 2024ലെയും നെറ്റ് സെയിൽസ് 350 lakhs ആണ്, 420 lakhs in 2024. Then cost of goods sold തന്നിട്ടുണ്ട്, ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും തന്നിട്ടുണ്ട്. ഇത്രയും പെർട്ടിക്കുലേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ നിന്ന് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം? കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, 23ലെയും 24ലെയും എമൗണ്ട് കമ്പയർ ചെയ്യണം. ഓക്കെ, 2023 നിന്നും 2024 എത്തുമ്പോഴേക്കും കൂടുകയാണോ കുറയുകയാണോ ചെയ്യുക, ഇൻക്രീസ് ഓർ ഡിക്രീസ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്, ഓരോ പെർട്ടിക്കുലേഴ്സിൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം? ഇൻക്രീസ് ഓർ ഡിക്രീസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം നമ്മൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഫോർമാറ്റിലേക്ക്, ഈ പെർട്ടിക്കുലേഴ്സിന് ഫോർമാറ്റിലേക്ക് എഴുതണം. ഓക്കെ, ആദ്യം എഴുതുന്ന പെർട്ടിക്കുലേഴ്സിൽ വരുന്നത് നെറ്റ് സെയിൽസ്, ദെൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. നെറ്റ് സെയിൽസിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് എക്സ്പെൻസസ് ഏതൊക്കെ തന്നിട്ടുള്ളത്? ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, ഓഫീസ് എക്സ്പെൻസസും സെല്ലിംഗ് എക്സ്പെൻസസും. ഓക്കെ, ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ ഗ്രോസ് പ്രോഫിറ്റിൽ നിന്നും ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം 2023ലെ ഡാറ്റ നമ്മൾ ഓരോന്നായിട്ട് എടുത്തെഴുതണം. 23ലെ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം ഫസ്റ്റ്, പിന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. 2023ലെയും പ്രോഫിറ്റ് കാണണം, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് നെറ്റ് സെയിൽസ് 2023ൽ 350 lakhs ആണ്, 350. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 240. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 350 മൈനസ് 240 110. ദെൻ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് 30 20. ദെൻ ഇവിടെ 30 20 ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് എത്ര കിട്ടുന്നു? 50 കിട്ടുന്നു. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ആണ് ഏത് കിട്ടുന്നത്? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കിട്ടുന്നത്. 2023ലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 60. അതുപോലെ തന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യണം? 2024ലെയും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, സെയിൽസ് തന്നിട്ടുണ്ട്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് എത്ര കിട്ടുന്നു? 120 കിട്ടുന്നു. ദെൻ അതിൽ നിന്നും ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, സെല്ലിംഗ് ആൻഡ് ഓഫീസ് എക്സ്പെൻസസ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസസ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 54 കിട്ടുന്നു. ദെൻ അടുത്ത കോളത്തിലാണ് ഇത് വരുന്നത്, എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ്. എത്രയാണ് എമൗണ്ട് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന്. ഏത് 2024ൽ ഏതിനപേക്ഷിച്ച് 23യെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 2024ൽ കൂടുകയാണോ കുറയുകയാണോ എന്നുള്ളത് എഴുതണം. ഓക്കെ, ഇവിടെ എന്താണ്? നെറ്റ് സെയിൽസ് എത്ര? 2023ൽ 350 ആയിരുന്നു, 24ൽ അത് 420 ആയി. അപ്പോൾ എമൗണ്ട് ഓഫ് ഇൻക്രീസ് എത്രയാണ് വരുന്നത്? 70 ആണ് വരുന്നത്. 420 മൈനസ് 350. ഓക്കെ, ഇനി പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ 2024 എങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്? നമ്മൾക്ക് എത്രയാണ് കൂടിയിട്ടുള്ള എമൗണ്ട്, അതായത് 70 ഡിവൈഡഡ് ബൈ 350. 2023ലെ എമൗണ്ട് ഏത് ബേസ് നമ്മൾ ഏതുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? ആ ഇയർ 350 ഇൻറ്റു
100. ഇവിടെ നമുക്ക് 20 കിട്ടിയത് 70 ഡിവൈഡഡ് ബൈ 350 ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, +20 കിട്ടുന്നത്. അടുത്തത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 240 ഉള്ളത് എന്തായി, 24ൽ 300 ആയി. അപ്പോൾ എത്ര ഇൻക്രീസ് വന്നു, +60 ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ദെൻ പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 60 ഡിവൈഡഡ് ബൈ 240 ഇൻറ്റു 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നു, +25. നെക്സ്റ്റ് ഗ്രോസ് പ്രോഫിറ്റ്. ഗ്രോസ് പ്രോഫിറ്റും എങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്, 110 ഉള്ളത് 120 ആയി. അപ്പോൾ 10 ഇൻക്രീസ്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് എന്ന് പറയുമ്പോൾ 10 ഡിവൈഡഡ് ബൈ 110 ഇൻറ്റു 100, 9.1 ആണ് ആൻസർ കിട്ടുന്നത്. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് വരുന്നത് ഫസ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസസ്. സെല്ലിംഗ് എക്സ്പെൻസസ് 30 ഉള്ളത് 36 ആയി. അപ്പോൾ 6 + 6 വരുന്ന ഇൻക്രീസ്, പെർസെൻറ്റേജ് ഓഫ് ഇൻക്രീസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 6 ഡിവൈഡഡ് ബൈ 30 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നു, 20 കിട്ടുന്നു. നെക്സ്റ്റ് സെല്ലിംഗ് എക്സ്പെൻസസ് 20, 30, ദെൻ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 20 ഉള്ളത് 30 ആയി, 10 ഇൻക്രീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണ് വരുന്നത്, 10 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 100, 50. നെക്സ്റ്റ് ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ്, അതാണ് ഈ രണ്ട് എക്സ്പെൻസസും കൂടി കൂട്ടിയത് 50. ഇതിൽ 24ൽ എത്രയാണ്, 36 + 30, 66. എമൗണ്ട് ഓഫ് ഇൻക്രീസ് ഓർ ഡിക്രീസ് 66 - 50. അപ്പോൾ എത്ര, +16. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യുന്നത്, പെർസെൻറ്റേജ് ഇൻക്രീസ് ഓർ ഡിക്രീസ് 16 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 +32. ഇനി ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 ആയിരുന്നു, 60 ഉള്ളത് 54 ആയി. നമുക്കിവിടെ 2023 നിന്നും 2024 എത്തുമ്പോൾ കുറയുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ്, -6 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു 100 ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് നമുക്ക് എത്ര കിട്ടുന്നത്, -10 എന്നാണ് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കമ്പാരിറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇനി അതിൻ്റെ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഓരോ ഐറ്റംസ് നോക്കുമ്പോൾ ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ എന്നുള്ളതിൻ്റെ ഒരു ഇതാണ് നമുക്ക് എഴുതേണ്ടത്, അനാലിസിസ്. ഓക്കെ, സെയിൽസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 20% ഇൻ 2024. നെറ്റ് സെയിൽസ് നമുക്ക് എന്താണ്, ഇൻക്രീസ് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. ഗ്രോസ് പ്രോഫിറ്റും എന്താണ്, ഗ്രോസ് പ്രോഫിറ്റ് ഇൻക്രീസ്ഡ് ബൈ 9% ഓൺലി. ഗ്രോസ് പ്രോഫിറ്റ് 9% മാത്രമാണ്. Then this is because proportionate increase in cost of goods sold more than the proportionate increase in sales. സെയിൽസ് കൂടുന്നതിന് ഇൻക്രീസിനെക്കാട്ടും കൂടുതൽ എന്താണ് കൂടിയിട്ടുള്ളത്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഗ്രോസ് പ്രോഫിറ്റ് 9.1% മാത്രമാവാനുള്ള കാരണം. നെക്സ്റ്റ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഹാസ് ബീൻ ഡിക്ലൈൻഡ് ബൈ 10% ഇൻ 2024. എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നമുക്ക് എന്താണ്, കുറയുകയാണ് ചെയ്തിട്ടുള്ളത് 10%. അതിന് കാരണം എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് ഹാവ് ബീൻ ഇൻക്രീസ്ഡ് ബൈ 32%. ഇവിടെ കണ്ടോ, 32% ആണ് ഏതിലുണ്ടായിട്ടുള്ള ഇൻക്രീസ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ 32% ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. The decline in operating profit may be due to increase in office expenses or due to abnormal increase of selling expenses. എന്താണ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കുറയാൻ കാരണം എന്താണ്, ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസ് കൂടിയ കാരണമാണ്. എക്സ്പെൻസസ് കൂടിയത് കൊണ്ടാണ് പ്രോഫിറ്റ് കുറഞ്ഞത്. ഇങ്ങനെയാണ് ഇന്റർപ്രിട്ടേഷൻ എഴുതേണ്ടത്. ഓക്കെ, വളരെ സിമ്പിളാണ്. നമ്മളിത് ക്ലാസ്സിൽ ചെയ്ത പ്രോബ്ലമാണ്. ഒന്ന് ചെയ്തു നോക്കാം. താങ്ക് യു.